നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. വോട്ടെടുപ്പിൽ സംസ്ഥാനത്ത് ഗംഭീര പോളിംഗ്. തരംഗം എങ്ങോട്ടെന്ന ആശങ്കയ്ക്കിടയിലും അവകാശവാദവുമായി മുന്നണികൾ. മെയ് 4-നാണ് വോട്ടെണ്ണൽ. കോഴിക്കോടും പാലക്കാടുമാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ് പോളിംഗ്. 2021-ൽ 76% പോളിംഗ്. കേരള ചരിത്രത്തിലെ മൂന്നാമത്തെ ഉയർന്ന പോളിംഗ് ആണ് ഇപ്രാവശ്യം. 1960-ലായിരുന്നു ഏറ്റവും ഉയർന്ന പോളിംഗ്, 85.72%. പിന്നീട് 87-ലാണ് 80.54. ഇപ്രാവശ്യം 78.27. വടക്കുള്ള പല ജില്ലകളിലെയും പോളിംഗ് സംസ്ഥാന ശരാശരിക്കും മുകളിലാണ്. SIR-ന് ശേഷമുള്ള ആദ്യ ബലപരീക്ഷണമാണിത്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. അങ്ങിങ്ങ് വാക്കേറ്റമുണ്ടായി. വോട്ടിംഗ് മെഷീനും കാര്യമായി പഴികേൽപ്പിച്ചില്ല. പോളിംഗ് തുടങ്ങിയ 7 മണി മുതൽ എല്ലാ ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു. 2 മണിക്കൂറിനുള്ളിൽ പോളിംഗ് 15% പിന്നിട്ടു. പിന്നീടുള്ള മണിക്കൂറുകളിലും ട്രെൻഡ് തുടർന്നു. 11 മണി ആയപ്പോഴേക്കും 33%-ലെത്തി. 1 മണിക്ക് 50% കടന്നു. ഭീമാപ്പള്ളിയിലെ കള്ളവോട്ട് വിവാദത്തിൽ പ്രതികരിച്ച് ഖദീജ ബീവിയുടെ മാതാവ് സമീറ ബീവി. ഉമ്മ മരിച്ചിട്ടും വോട്ട് ചെയ്യാനെത്തിയതാണെന്നും മകളുടെ വോട്ട് മറ്റാരോ ചെയ്തതാണെന്നും സമീറ ബീവി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഭീമാപ്പള്ളിയിലെ ബൂത്ത് നമ്പർ 196-ലായിരുന്നു സംഭവം. 21-കാരിയായ ഖദീജ ബീവിയുടെ കന്നി വോട്ടാണ് മറ്റൊരാൾ ചെയ്തത്. പർദ്ദ ധരിച്ചെത്തിയ ആരോ വോട്ട് ചെയ്തുവെന്നും ആളെ മനസ്സിലായില്ലെന്നുമാണ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. ഭീമാപ്പള്ളിയിലെ സുനാമി കോളനിയിലെ സ്വദേശിയാണ് ഇവർ. കേരളത്തിലെ 2 വിമാനത്താവളങ്ങളിലേക്കുൾപ്പെടെ ഇന്ത്യയിലെ 9 നഗരങ്ങളിലേക്കുള്ള സർവീസ് ഒഴിവാക്കി വിമാന കമ്പനി. കേരളത്തിലെ കരിപ്പൂർ, കണ്ണൂർ വിമാനത്താവളത്തിലേക്കുൾപ്പെടെ ദമാം വഴി പ്രഖ്യാപിച്ച സർവീസുകൾ റദ്ദാക്കിയതായി ജസീറ എയർവേസ് അറിയിച്ചു. മെയ് മാസം 15-ാം തീയതി വരെയുള്ള സർവീസുകളാണ് ഒഴിവാക്കിയിരിക്കുന്നത്. ഓപ്പറേഷൻ സംബന്ധിച്ച് പ്രശ്നങ്ങൾ കാരണമാണ് റദ്ദാക്കൽ നടപടിയെന്നാണ് വിമാന കമ്പനിയുടെ അറിയിപ്പിൽ പറയുന്നത്. വിഷു ആഘോഷങ്ങൾക്കായി കൊച്ചിയിൽ നിന്ന് പ്രത്യേക വിമാനങ്ങളിലായി 3200 ടൺ പഴം പച്ചക്കറികളാണ് ഗൾഫ് രാജ്യങ്ങളിലെ ലുലു സ്റ്റോറുകളിൽ എത്തിക്കുന്നത്. കേരളത്തിലെ കാർഷിക വിപണിയിൽ നിന്ന് നേരിട്ട് സംഭരിച്ച പഴം, പച്ചക്കറികൾ എന്നിവ ലുലു ഗ്രൂപ്പിന്റെ ഫെയർ എക്സ്പോർട്സിന്റെ നേതൃത്വത്തിലാണ് ഗൾഫിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. നാഷണൽ എയർലൈൻസിൽ 747 കൂറ്റൻ കാർഗോ വിമാനം വ്യാഴാഴ്ച ഉച്ചയോടെ അബുദാബിയിൽ നിന്ന് കൊച്ചി വിമാനത്താവളത്തിലെത്തി. 1000 ടൺ പഴം, പച്ചക്കറികളുമായാണ് വിമാനം കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്ക് വൈകിട്ട് പുറപ്പെട്ടത്. വെള്ളിയാഴ്ചയും ഈ വിമാനം കൊച്ചിയിലേക്ക് തിരികെ വന്ന് 100 ടൺ പഴം, പച്ചക്കറികൾ അബുദാബിയിലെത്തിക്കും. കുവൈറ്റിലേക്ക് 50 ടൺ പഴം, പച്ചക്കറികളും കൊച്ചിയിൽ നിന്ന് ലഭ്യമാക്കുന്നുണ്ട്. GCCയിലെ ലുലു സ്റ്റോറുകളിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനും പദ്ധതിയുണ്ട്. ഭരണഘടനയുടെ 25(2)B വകുപ്പ് പ്രകാരം ഭരണകൂടത്തിനുള്ള നിയമനിർമ്മാണാധികാരം സാമൂഹ്യ പരിഷ്കരണത്തിനാണെന്നും മതപരിഷ്കരണത്തിനല്ലെന്നും NSS ഉൾപ്പെടെയുള്ള സംഘടനകൾ സുപ്രീം കോടതിയിൽ. സ്വന്തം മതവിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വിശ്വാസ സമൂഹത്തിന് അവകാശം നൽകുന്ന 26B വകുപ്പ് മറികടക്കാൻ മേൽപ്പറഞ്ഞ 25(2)B വകുപ്പിനാവില്ലെന്നും NSS. അയ്യപ്പ സേവാ സമാജം, ക്ഷേത്ര സംരക്ഷണ സമിതി എന്നിവർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ CS വൈദ്യനാഥൻ വാദിച്ചു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം താറുമാറായി. സിഗ്നൽ സംവിധാനത്തിലുണ്ടായിരുന്ന പിഴവ് മൂലം തെക്കൻ കേരളത്തിലൂടെയുള്ള ട്രെയിൻ സർവീസുകളെല്ലാം മണിക്കൂറുകളോളം വൈകിയാണ് ഓടുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെയും പരവൂർ റൂട്ടിലെയും സിഗ്നൽ നൽകുന്ന ബ്ലോക്ക് ഇൻസ്ട്രുമെന്റിനുണ്ടായ തകരാറാണ് പ്രതിസന്ധിക്ക് കാരണമായത്. ട്രെയിനുകൾ കടന്നുപോകാനുള്ള സിഗ്നൽ നൽകാൻ സാധിക്കാത്തതിനെ തുടർന്ന് സ്റ്റേഷനുകളിൽ മെമ്മോ എഴുതി നൽകിയാണ് ട്രെയിനുകൾ കടത്തിവിടുന്നത്. ഇതിന് ഏറെ സമയം വേണ്ടിവരുന്നത് ഗതാഗതക്കുരുക്കിന് ഇടയായി. പാലക്കാട്ട് നിന്ന് കുടുംബത്തോടൊപ്പം വിനോദസഞ്ചാരത്തിനെത്തി ചിക്കമംഗളൂരുവിൽ കാണാതായ വിദ്യാർത്ഥിനിക്കായുള്ള തിരച്ചിൽ 3-ാം ദിവസവും വിഫലം. പാലക്കാട് കടമ്പഴിപ്പുറത്തെ രമേശ്, രോഹിണി ദമ്പതിമാരുടെ മകൾ ശ്രീനന്ദയാണ് ചൊവ്വാഴ്ച വൈകിട്ടോടെ കാണാതായത്. കുട്ടിയെ കാണാതായ മാണിക്യധാര വെള്ളച്ചാട്ടത്തിലും ബാബാ ബുഡാൻ ഗിരിക്കുന്നിലും വ്യാപകമായ തെരച്ചിലാണ് വ്യാഴാഴ്ച നടത്തിയത്. ബാബാ ബുഡാൻ കുന്നിലെ 300 അടി താഴ്ച വരെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് വ്യാഴാഴ്ച പരിശോധന നടത്തിയിട്ടും കുട്ടിയെ കണ്ടെത്താനായില്ല. ചൊവ്വാഴ്ച വൈകിട്ട് 5:20 വരെ കുട്ടി മാതാപിതാക്കളുടെ കൂടെയുണ്ടായിരുന്നു. 4 മിനിറ്റിനുള്ളിലാണ് യാത്രാസംഘത്തിൽ നിന്ന് കുട്ടിയെ കാണാതാകുന്നത്. ഇതിനിടെ മകളെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് സംശയമുള്ളതായും ഉടൻ കണ്ടുപിടിച്ചു തരണമെന്നും ആവശ്യപ്പെട്ട് ശ്രീനന്ദയുടെ മാതാപിതാക്കൾ ചിക്കമംഗളൂരുവിൽ നോർത്ത് പോലീസിൽ വ്യാഴാഴ്ച പരാതി നൽകി. സാമൂഹിക മാധ്യമ ഇൻഫ്ലുവൻസറും തൃക്കാക്കരയിലെ NDA സ്ഥാനാർത്ഥിയുമായ അഖിൽ മാരാരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിന് ഇന്ത്യയിൽ വിലക്കേർപ്പെടുത്തി. കേരള പോലീസിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഈ നടപടിയെന്ന് അഖിൽ മാരാർ ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ ആരോപിച്ചു. 15 വർഷമായി താൻ ഉപയോഗിച്ചു വരുന്ന പേജാണ് ഇപ്പോൾ പൂട്ടിച്ചിരിക്കുന്നത്. താൻ പറയുന്ന സത്യങ്ങൾ പുറം ലോകം അറിയാതിരിക്കാനുള്ള സർക്കാരിന്റെ നീക്കമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു.
പേജ് നീക്കം ചെയ്തതിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുമെന്നും നീതിക്കായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അഖിൽ മാരാർ വ്യക്തമാക്കി. മസ്തിഷ്ക മരണം സംഭവിച്ച് അവയവങ്ങൾ ദാനം ചെയ്ത തിരുവനന്തപുരം കിളിമാനൂർ കായാട്ടുകോണം വൃന്ദാവനം വീട്ടിൽ ജയകുമാറിന്റെ ഒരു വൃക്ക വന്ദേ ഭാരത് എക്സ്പ്രസിൽ കോഴിക്കോട് എത്തിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് വൈകിട്ട് 4:05 പുറപ്പെട്ട വന്ദേ ഭാരത് എക്സ്പ്രസിലാണ് രാത്രി 10 മണിയോടെ ഒരു വൃക്ക കോഴിക്കോട് എത്തിച്ചത്. കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുന്ന രോഗിക്കാണ് വൃക്ക നൽകുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കേസ് ഓട്ടോയുടെ നേതൃത്വത്തിലാണ് അവയവ കൈമാറ്റ നടപടികൾ ഏകോപിപ്പിച്ചത്. ലൈംഗികാതിക്രമ കേസിൽ ജയിലിൽ കഴിയുന്ന സംവിധായകൻ രഞ്ജിത്തിനെ പിന്തുണച്ച് നടനും ചലച്ചിത്രകാരനുമായ ജോയ് മാത്യു യുവനടി നൽകിയ കേസിൽ തെറ്റുകാരനാണെന്ന് അറിഞ്ഞാലും സുഹൃത്തെന്ന നിലയിൽ കൂടെ ഉണ്ടാവുമെന്നും രഞ്ജിത്തിനെ ചേർത്ത് നിർത്തുമെന്നും ജോയ് മാത്യു പ്രതികരിച്ചു. കോഴിക്കോട് മലാപ്പറമ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസം പാലക്കാട് സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രനെ വോട്ടിന് നോട്ട് എന്ന ആരോപണം ഉയർത്തി കുടുക്കാൻ ശ്രമിച്ചത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശോഭാ സുരേന്ദ്രൻ MLA ആയി ജയിച്ചു വന്നാൽ അവരെ MLA ആയി ഇരിക്കാൻ അനുവദിക്കാതെ കോടതി കയറ്റാനുള്ള ഒരു ഗൂഢാലോചനയാണ് പാലക്കാട് കഴിഞ്ഞ ദിവസം കണ്ടതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. വോട്ടെടുപ്പിന്റെ തലേനാൾ ശോഭാ സുരേന്ദ്രൻ വോട്ടിനായി പണം നൽകിയെന്ന രീതിയിലാണ് വ്യാജ വാർത്ത പ്രചരിപ്പിക്കാൻ ചില ഗൂഢസംഘങ്ങൾ ശ്രമിച്ചത്. എന്നാൽ മനോരമ, മാധ്യമം, ദീപിക, റിപ്പോർട്ടർ TV, മീഡിയ 1 ചാനൽ എന്നിവർ പണം വാങ്ങി നൽകി എന്നാരോപിക്കുന്ന വൃദ്ധ തനിക്കാരും പണം നൽകിയിട്ടില്ലെന്നും ഫ്ലൈയിങ് സ്ക്വാഡിന് മുൻപാകെ വിശദീകരണം നൽകിയതോടെ ഇവരുടെ ആരോപണം പൊളിഞ്ഞിരുന്നു. ഗുരുതര കുറ്റമാണെങ്കിൽ അപ്പോൾ തന്നെ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തെ വരെ ചോദ്യം ചെയ്ത് ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകിയേനെ. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 33% വനിതാ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബില്ലിന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. ഇതുമായി ബന്ധപ്പെട്ട് മണ്ഡല പുനർനിർണയത്തിനുള്ള ബില്ലും അംഗീകരിച്ചു. ഏപ്രിൽ 16-ന് ആരംഭിക്കുന്ന 3 ദിവസത്തെ പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ ബില്ലുകൾ അവതരിപ്പിക്കും. 2023 നാരി ശക്തി വന്ദൻ അധിനിയമത്തിലാണ് വനിതാ സംവരണ നിയമം ഭേദഗതി കൊണ്ടുവരുന്നത്. മണ്ഡല പുനർനിർണയത്തിലൂടെ 50% ലോക്സഭ, നിയമസഭാ സീറ്റുകൾ വർദ്ധിപ്പിക്കും. ലോക്സഭാ സീറ്റുകൾ 543-ൽ നിന്ന് 816 ആകും. ഇതിൽ 273 സീറ്റുകൾ വനിതകൾക്കായി നീക്കിവെക്കും. അസമിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെറും 4 ദിവസം ബാക്കി നിൽക്കെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാര്യ റിനിക്കി ഭൂയാൻ ശർമ്മയ്ക്ക് 3 വിദേശ പാസ്പോർട്ടുകൾ ഉണ്ടെന്നാരോപിച്ച് കോൺഗ്രസ് നേതാവ് പവൻ ഖേര നടത്തിയ വാർത്താ സമ്മേളനം പച്ച നുണയാണെന്ന് വെല്ലുവിളിച്ച് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഒരു കാര്യം പറഞ്ഞു: ഏതു പാതാളത്തിൽ ഒളിച്ചാലും പിടിക്കും. ഹിമന്ത ബിശ്വ ശർമ്മ ചെയ്യുന്നതേ പറയൂ എന്നറിയാവുന്ന പവൻ ഖേര ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പവൻ ഖേരയുടെ ഡൽഹിയിലെ വീട്ടിൽ റെയ്ഡ് നടത്തിയ അസം പോലീസിന് ചില രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. പവൻ ഖേരയുടെ അവസാനത്തെ നുണ ആരോപണമായിരിക്കും ഇതെന്നും ഹിമന്ത ബിശ്വ ശർമ്മ താക്കീത് നൽകിയിട്ടുണ്ട്. പൊതുവെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഇല്ലാത്ത നുണക്കഥകൾ പല നേതാക്കൾക്കെതിരെയും വിളിച്ചു പറയാൻ മടിയില്ലാത്ത നേതാവാണ് പവൻ ഖേര. ഒരിക്കലും സത്യമല്ലാത്ത ആരോപണങ്ങളാണ് ഇക്കുറി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാര്യയ്ക്ക് നേരെ ഉയർത്തിയിരിക്കുന്നത്. മുംബൈ വിമാനത്താവളത്തിലെ ടെർമിനൽ 1Bയിൽ വ്യാഴാഴ്ച വൈകുന്നേരം വൻ തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് അപകടമെന്നാണ് പ്രാഥമിക നിഗമനം. വിമാനത്താവളത്തിനുള്ളിലെ ഇരിപ്പിടങ്ങൾ ഉള്ള ഭാഗത്താണ് തീ പടർന്നത്. വൈകുന്നേരം 6:35ഓടെയാണ് ടെർമിനൽ 1Bക്കുള്ളിൽ തീയും പുകയും ശ്രദ്ധയിൽപ്പെട്ടത്. ടെർമിനലിനുള്ളിലെ കേബിൾ ട്രേകളിലും സ്വിച്ച് ബോക്സുകളിലുമാണ് തീപിടുത്തമുണ്ടായതെന്ന് മുംബൈ ഫയർ ബ്രിഗേഡ് ചീഫ് ഓഫീസർ രവീന്ദ്ര അംബുൽഗേക്കർ അറിയിച്ചു. ടെർമിനലിനുള്ളിൽ കറുത്ത പുക നിറഞ്ഞതോടെ യാത്രക്കാർ പരിഭ്രാന്തരായി. ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ജമ്മുവിലെ അതീവ സുരക്ഷാ മേഖലയായ സൈനിക താവളത്തിൽ കടക്കാൻ അനുമതിയുള്ള സ്കൂൾ വാൻ ഡ്രൈവറെ സംശയാസ്പദമായ സാഹചര്യത്തിൽ സൈന്യം പിടികൂടി. ഇയാളുടെ മൊബൈൽ ഫോണിൽ പാകിസ്ഥാനി നമ്പറുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ജമ്മുവിലെ സൈനിക താവളത്തിനകത്തുള്ള ആർമി പബ്ലിക് സ്കൂളിലെ വാൻ ഡ്രൈവറായ തൗസീഫ് എന്നയാളാണ് പിടിയിലായത്. സൈനിക താവളത്തിന്റെ B ഗേറ്റിൽ നടന്ന പതിവ് സുരക്ഷാ പരിശോധനയ്ക്കിടെയാണ് ഇയാൾ കുടുങ്ങിയത്. ഡൽഹി സെക്ടർ 14-ൽ പ്രവർത്തിക്കുന്ന ഒരു വ്യാജ കോൾ സെന്റർ നോയിഡയിലെ സൈബർ ക്രൈം പോലീസ് വ്യാഴാഴ്ച തകർത്തു. സംഭവ സ്ഥലത്ത് നിന്ന് 16 പേരെ അറസ്റ്റ് ചെയ്യുകയും വലിയൊരു ഇലക്ട്രോണിക് ഉപകരണ ശേഖരം പിടിച്ചെടുക്കുകയും ചെയ്തു. ടെക് സപ്പോർട്ട് തട്ടിപ്പുകൾ വഴി വിദേശ പൗരന്മാരെ ആസൂത്രിതമായി വഞ്ചിക്കുന്ന കോൾ സെന്റർ പങ്കാളികളായിരുന്നു ഇവർ. പിടിച്ചെടുത്ത വസ്തുക്കളിൽ 4 ലാപ്ടോപ്പുകൾ, 15 ഡെസ്ക്ടോപ്പുകൾ, 15 മോണിറ്ററുകൾ, 14 മൊബൈൽ ഫോണുകൾ, ഹെഡ്സെറ്റുകൾ, മൈക്രോഫോണുകൾ, റൂട്ടറുകൾ,
മോഡമുകൾ എന്നിവ ഉൾപ്പെടുന്നു. ചന്ദ്രനടുത്ത് വരെ പോയ 4 ബഹിരാകാശ യാത്രികരുമായി ആർട്ടിമിസ് ഓറിയോൺ പേടകം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ഇന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് മണിക്കൂറിൽ ഏകദേശം 40,000 കിലോമീറ്റർ വേഗത്തിൽ പേടകം പ്രവേശിക്കും. അമേരിക്കൻ സമയം ഇന്ന് വൈകിട്ട് 7 മണിയോടെ, ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:37 കടലിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യും. ഓർത്തഡോക്സ് ഈസ്റ്ററിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശനിയാഴ്ച വൈകുന്നേരം 4 മണി മുതൽ ഞായറാഴ്ച അർദ്ധരാത്രി വരെ 32 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഉക്രൈൻ പ്രസിഡന്റ് വോൾഡിമിർ സെലൻസ്കി അത് അംഗീകരിച്ചു. മേഖലയിൽ തുടരുന്ന ശത്രുതകൾക്കിടയിലാണ് വെടിനിർത്തൽ. ഇസ്ലാമാബാദിൽ നടക്കുന്ന US-ഇറാൻ സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായി ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ റൂവൻ അസർ പാകിസ്ഥാനോട് കടുത്ത സംശയം പ്രകടിപ്പിച്ചു. ഇസ്രായേൽ പാകിസ്ഥാനെ വിശ്വസിക്കുന്നില്ലെന്നും അമേരിക്കയും ഈ വീക്ഷണം പങ്കുവയ്ക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ പ്രക്രിയയിൽ പാകിസ്ഥാന്റെ പങ്ക് ലോജിസ്റ്റിക്കൽ ഫെസിലിറ്റേഷനായി മാത്രമേ കണക്കാക്കാനാകൂ എന്നും അസർ പറഞ്ഞു. ഞങ്ങൾക്ക് പാകിസ്ഥാനികളെ വിശ്വാസമില്ല. അമേരിക്കക്കാർ അവരെ വിശ്വസിക്കുന്ന അളവിൽ അമിതമായ ആവേശം കാണിക്കരുത് എന്ന് ഞാൻ കരുതുന്നു. ഇത് ഒരു സഹായ റോളാണ്, അതിൽ കൂടുതലല്ല, അദ്ദേഹം വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട നിലപാടുകൾ നിർണായക മാറ്റം വരുത്താനൊരുങ്ങി ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയാണ് രാജ്യത്തിന്റെ പുതിയ നീക്കം വെളിപ്പെടുത്തിയത്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിൽ ഇറാൻ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും രാജ്യത്തെ ആക്രമിച്ചവർ ശിക്ഷിക്കപ്പെടാതെ പോകില്ലെന്നും ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെ മുജ്തബ മുന്നറിയിപ്പ് നൽകി. സംഘർഷങ്ങളിൽ തങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം തേടുമെന്ന് വ്യക്തമാക്കിയ മുജ്തബ ഇത് ഇറാന്റെ നയതന്ത്രത്തിലെ നിർണായകമായ ഒരു പുതിയ അധ്യായമാണെന്നും പറഞ്ഞു. യുദ്ധത്തിൽ പരിക്കേറ്റവർക്കും രക്തസാക്ഷികളായവർക്കുമായി ഓരോ തുള്ളിച്ചോരയ്ക്കും പകരമായി നഷ്ടപരിഹാരം ഈടാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.